ആഹാ, എത്രയേറായി നിങ്ങൾ സെറ്റായിട്ട്? പാച്ചു കണ്ണ് വിടർത്തി അവരെ നോക്കി. 4 വർഷം. ഇവൻ ഇശുവിൻ്റെ കണ്ണിലേക്ക് നോക്കി. തന്നെ നോക്കാതെ മറ്റെങ്ങോ നോക്കി നിൽക്കുന്നവനെ കാണെ അവളൊന്ന് ഗൂഢമായി പുഞ്ചിരിച്ചു കൊണ്ട് എമിയിലേക്ക് ചേർന്ന് നിന്നു. എനിക്കറിയാം സൈനിഷ, നീ വിരുദ്ധനായ പോലീസാണെന്ന്. അതുകൊണ്ടാണല്ലോ എന്നെ പ്രണയിക്കുന്നതെന്ന് കള്ളം ചൊല്ലി എന്നിൽ നിന്ന് എല്ലാം ചോർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അത് നിനക്ക് സാധ്യമല്ല സൈൻ. നീയും ഞാനും കണ്ടാൽ അന്ന് വഴക്കുറപ്പാണ്. കാരണം എന്ത് സംസാരിച്ചു തുടങ്ങിയാലും അവസാനം അത് നീ ആസയിൽ കൊണ്ട് നിർത്തും. ആസയെക്കുറിച്ചറിയാൻ നീ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നീയൊന്ന് ആസയെ കണ്ടെത്താതിരിക്കാൻ ഞങ്ങളും കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. ഇവ ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരിയോടെ എമിയെ നോക്കി സൈറ്റടിച്ചു. ബ്രോ, ഞങ്ങൾ ബീച്ചിൽ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇയാൾക്ക് പ്രോബ്ലം ഇല്ലെങ്കിൽ ഇവയെ ഞങ്ങളുടെ കൂടെ പറഞ്ഞേക്കൂ. ഏയ് അല്ല, വേണ്ട, ബ്രോയും കൂടെ വാ, നമുക്കിന്ന് അടിച്ചു വിളിക്കാം. ചിന്നു എമിയെ നോക്കി കണ്ണുകൊണ്ട് പ്ലീസ് പ്ലീസ് എന്ന് കെഞ്ചുവാണ്. ചിന്നുവിന് പിറകെ ഷാൻ്റെ ഫ്രണ്ട്സും അലിയും പറഞ്ഞതോടെ എമി ഓക്കെ പറഞ്ഞു. പിന്നെ എല്ലാവരും കൂടി നേരെ ബീച്ചിലേക്ക് വിട്ടു. ഷായും ഐറയും നിഷുവും എമിയും ശിവയും ഒഴിച്ച് ബാക്കി എല്ലാം വെള്ളത്തിൽ കളിക്കാനിറങ്ങി. ഇവരുടെ കളി കണ്ടാൽ ഇന്ന് വരെ ബീച്ച് കാണാത്തവരെ പോലെ തോന്നും. ഓരോന്നിനെയും ഓടിച്ചു പിടിച്ച് വെള്ളത്തിലേക്ക് തള്ളിയിട്ട് അടിപിടി കൂടി എല്ലാവരും കൂടി അവിടുന്ന് ആ നിമിഷങ്ങൾ കളറാക്കുന്നത് പലരും നോക്കി നിൽക്കുന്നുണ്ട്. അത്രയ്ക്ക് ഒച്ചയും പാടുമിട്ടാണ് ഇതിറ്റിങ്ങൾ കളിക്കുന്നത്. ശിവയും നിഷുവും ഓരോന്ന് സംസാരിച്ച് മണൽത്തരിയിലേക്കിരുന്നു. അവർക്കടുത്ത് തന്നെ ഫോണിലേക്ക് കണ്ണു നട്ട് എമിയും ഇരുന്നതും നിലത്തേക്ക് ഇരിക്കാൻ തുനിഞ്ഞ ഐറയുടെ കയ്യും പിടിച്ച് ഷാ മുന്നോട്ട് നടന്നു. ഇയാളിതെങ്ങോട്ടാ? എൻ്റെ കയ്യിൽ നിന്ന് വിട്. ഐറ കൈ വിടിക്കാൻ പരിശ്രമിക്കുന്നത് കണ്ട ഷാ അവളെ വലിച്ച് അവനോട് അടുപ്പിച്ച് നിർത്തി ഐറയുടെ അരയിലൂടെ കൈയിട്ട് മുന്നോട്ട് നടന്നതും ശ്വാസം വിടാൻ പോലും മറന്നവൾ അവനോടൊപ്പം നടന്നു. ഡീ, നിന്റെ കാറ്റിപ്പം പോകും പെണ്ണെ. കണ്ണും തള്ളി തനിക്കൊപ്പം നടക്കുന്ന ഐറയുടെ തലയിലൊന്ന് കൊട്ടി ഷാ ചിരിയോടെ മുന്നോട്ട് നടന്നു. ഈ കൈയൊന്നെടുക്കൂ. തൻ്റെ അരയിൽ വെച്ച് ഷാൻ്റെ കൈ നോക്കി ഐറ പറഞ്ഞത് കേൾക്കെ ഷാ അവൾ ഒന്നുകൂടെ അവനിലേക്ക് ചേർത്ത് പിടിച്ചു. ഐറയുടെ കണ്ണിലേക്ക് നോക്കി. നീയേ എൻ്റേതാ. സോ ഞാനിങ്ങനെ ചേർത്ത് പിടിച്ചെന്ന് കരുതി നീ BP കൂട്ടണ്ട. നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കാനും സ്നേഹിക്കാനും എനിക്ക് മാത്രമേ അധികാരമുള്ളൂ. ചിരിയോടെ അതും പറഞ്ഞു ഐറനെ ചേർത്ത് പിടിച്ചവൻ പാനിപൂരി വിൽക്കുന്ന ആ പെട്ടിപ്പീടികയ്ക്ക് മുന്നിൽ ചെന്ന് നിന്ന് അവൾക്കായി പാനിപൂരിയും മസാലപൂരിയും വാങ്ങിയത് കാണെ ഐറയുടെ കണ്ണുകൾ വിടർന്നു. തനിക്കിത് ഇഷ്ടമാണ് എന്ന് ആദം എങ്ങനെ അറിഞ്ഞു എന്ന ചോദ്യം അവളിൽ നിറഞ്ഞു നിന്നു. അവൾ വിടർന്ന കണ്ണുകളോടെ ഷാനെ നോക്കിയതും അവൻ കണ്ണടച്ച് കാണിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു. നല്ല ടേസ്റ്റ് ഇല്ലേ പെണ്ണേ? ഞാനിവിടെ വരുമ്പോൾ എപ്പോഴും കഴിക്കാറുണ്ട്. അതാ നിന്നെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. ഷാ പറഞ്ഞതിന് യാതൊരു മറുപടിയും കൊടുക്കാതെ ഐറ പുഞ്ചിരിച്ചു. കുറച്ച് കഴിഞ്ഞതും അവളുടെ കയ്യും പിടിച്ചവൻ കടൽ തീരത്തൂടെ നടന്നു. ഇരുവർക്കും വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു ആ നിമിഷം. ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഷാനോടുള്ള പ്രണയം അറിയാതെ പുറംചാടി പോകുമോ എന്ന പേടി അപ്പോഴും ഐറയിൽ നിലനിന്നിരുന്നു. അതേസമയം ഷാൻ്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. പ്രണയം തോന്നിയ തൻ്റേതെന്ന് വിശ്വസിക്കുന്ന പെണ്ണിൻ്റെ കയ്യും പിടിച്ചങ്ങനെ നടക്കാൻ ഒരു പ്രത്യേക വൈബും ഫീലുമുള്ളതായി ഷാക്ക് തോന്നി. അവൻ്റെ കൈകൾ ഐറയുടെ കയ്യിൽ പിടിമുറുക്കി. അവൻ്റെ ഹൃദയത്തിൽ ഐറയോടുള്ള അടങ്ങാത്ത പ്രണയം അലയടിച്ചു. വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരുന്ന ഇവയുടെ നോട്ടം അറിയാതെ നിഷുവിനടുത്തിരിക്കുന്ന എമിയിലേക്ക് നീണ്ടു. ഫോണിൽ കുത്തിയിരിക്കുന്ന അവനെ കാണെ ഒന്ന് നിശ്വസിച്ചവൾ അവൻ്റെ അടുത്തേക്ക് നടന്നു. എമിക്കാം. ഇവയുടെ ശബ്ദം കേൾക്കെ നിഷുവും ശിവയും എമിയും തലയുയർത്തി അവളെ നോക്കി. ആകെ നനഞ്ഞ് ചീഞ്ഞല പെണ്ണെ നീ. ഇനിയിപ്പോൾ പനി പിടിക്കാൻ വേറൊന്നും വേണ്ട. നിന്നോട് ആരാ തലയിൽ വെള്ളമാക്കാൻ പറഞ്ഞേ? എമി കണ്ണിരുട്ടി ഇവയെ നോക്കി. അതാ പാച്ചുക്കയും ചിന്നും കൂടി എന്നെ വെള്ളത്തിൽ മുക്കിയതാ. നിങ്ങളും വരി, എന്നാലല്ലേ ഒരു വൈപ്പ് ഉണ്ടാവുള്ളൂ. ഇവ എമിയുടെ കൈ പിടിച്ച് വിളിച്ചതും അവൻ അവളെ കണ്ണുരുട്ടി നോക്കിക്കൊണ്ടിരുന്നു. കൂടുതൽ ബിൽഡപ്പ് ഇടല്ലേ മോനെ. മര്യാദക്ക് എണീച്ചു വന്നു, ഇല്ല എടുത്തോണ്ട് പോയി ആ വെള്ളത്തിലിടും ഞാൻ. ഒന്ന് അടങ്ങ് പെണ്ണേ. എന്നാ എൻ്റെ ഒപ്പം വാ, നമ്മൾ എത്രയായി ബീച്ചിലൊക്കെ വന്നിട്ട്. ഇവ എമിയെയും കൂട്ടി അവിടുന്ന് പോയത് കാണെ നിഷു ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ദേഷ്യത്തെ കടിച്ചമർത്തി. ഇവയും എമിയും ഒരുമിച്ച് നിൽക്കുന്നത് നിഷുവിന് സഹിക്കുന്നില്ല. എമിയും അവർക്കൊപ്പം കൂടിയതും ചിന്നുവും അലിയും ദിലുവും ഓടിച്ചെന്ന് നിഷുവിനെ ശിവനെ പൊക്കിക്കൊണ്ടുവന്നു. അവരാകെ ഒച്ചയും ബഹളവും ഇട്ട് ഓരോന്ന് കളിച്ചുകൂട്ടി. ആ സമയം അവരുടെ കൂടെ ഷായും ഐറയും ഇല്ലെന്നുള്ളത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. അതുപോലെ തന്നെ അവർക്കൊപ്പം കളിക്കാൻ തുടങ്ങിയതും താനൊരു പോലീസുകാരനാണ് എന്ന് പോലും നിഷു മറന്നുപോയി. ചെറിയ കുട്ടികൾ കളിക്കുന്ന പോലെ ഓടിക്കളിച്ചും ടീംസിനെ പൊക്കിയെടുത്ത് വെള്ളത്തിൽ മുക്കിയും മറ്റുമായി അന്നത്തെ ദിവസം അവർ അടിച്ചു പൊളിച്ചു. ഇതേ സമയം ഐറയും ഷായും കുറച്ച് ദൂരെയായി മണൽ തരികളിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. ഷാ അങ്ങോട്ട് ധാരാളം സംസാരിക്കുന്നു എന്നല്ലാതെ ഐറ അധികമൊന്നും തിരിച്ച് സംസാരിച്ചില്ല. അവളുടെ മനസ്സ് മുഴുവൻ ഷാൻ്റെ റൂമിലുള്ള ആ ബോക്സ് കൈക്കലാക്കുക എന്നതാണ്. എങ്ങനെ ഷാൻ്റെ കണ്ണ് വെട്ടിച്ച് ആ ബോക്സ് കൈക്കലാക്കുമെന്ന് ഐറക്കൊരു ഐഡിയയുമില്ല. അവളൊന്ന് ദീർഘമായി നിശ്വസിച്ച് ഷാനെ നോക്കി. അവൻ ഓരോന്ന് പറയുന്നുണ്ട്, പക്ഷേ ഒന്നും തന്നെ തൻ്റെ തലയിൽ കയറുന്നില്ല.
സമയം ഒരുപാട് കടന്നുപോയതും ഷാൻ്റെ ഫോൺ റിങ് ചെയ്തു. ഹലോ നിഷു, പറ. നിങ്ങളിതെവിടെ? നിങ്ങൾ രണ്ടും കൂടെ ഇല്ലാത്തത് ഞങ്ങൾ അറിഞ്ഞില്ല. സോ ഞങ്ങൾ പോയി. ഇനി ഒരു ഓട്ടോ വിളിച്ചോ അല്ലേ ബസ്സിലോ വീട്ടിലേക്ക് പോയി രണ്ടും. നിങ്ങൾ പോയോ? ഹോ, ഇപ്പോൾ ഫുഡ് അടിക്കാൻ റെസ്റ്റോറൻറ്റിൽ കയറിയതാ. നിഷ പറഞ്ഞതിന് ഷാ ഒന്ന് മൂളിക്കൊടുത്തു. എങ്കിലും അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞിരുന്നു. അല്ലെങ്കിലും ഇപ്പോൾ ചെക്കൻ അവർക്കൊപ്പം സമയം ചിലവഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം ഐറക്കൊപ്പം നടക്കുന്നതാണ്. ഫോൺ വെച്ചതും ഷാ ഐറനെയും കൂട്ടി അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ ചെന്ന് ഫുഡ് കഴിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു. അവന്മാർക്കൊപ്പം കയറിയില്ലേ നീയും ഐറയും ഇതുവരെ എവിടെയായിരുന്നു എന്ന മമ്മൻ്റെയും പപ്പൻ്റെയും ചോദ്യത്തിന് മറുപടി കൊടുക്കേണ്ടി വരും എന്ന് ഷാക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ടീൻസിന് മുമ്പ് തന്നെ ഇരുവരും വീട്ടിലെത്തിയിരുന്നു. നിങ്ങളെന്താ നേരത്തെ ഇങ്ങ് പോന്നേ? ഫാത്തിമ ഷാനെയും ഐറനെയും നെറ്റി ചൊളിച്ചു നോക്കി. ആ, അത് മമ്മ, ഐറക്ക് തീരെ വയ്യ, തലവേദനിക്കുന്നെന്ന് പറഞ്ഞിട്ട് വേഗം പോന്നതാ ഞങ്ങൾ. ഷാ പറഞ്ഞതിന് ഫാത്തിമയൊന്ന് അമർത്തി മൂളി. നിനക്ക് തീരെ വയ്യല്ലോ, നീ ചെന്ന് റെസ്റ്റ് എടുത്തോ. ഷാ കണ്ണുകൊണ്ട് ഐറനോട് വേഗം മുകളിലേക്ക് കയറി പോവാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അവനറിയാം അവൻ്റെ മമ്മ ഐറനെ അവിടെ പിടിച്ചിരുത്തി ഓരോന്ന് ചോദിച്ചു സത്യങ്ങളെല്ലാം ഊറ്റിയെടുക്കുമെന്ന്. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ ഐറ അവർക്കൊപ്പം നടന്നിട്ടേ ഇല്ലെന്നും താനും അവൾ ഒരുമിച്ചായിരുന്നു കറങ്ങി നടന്നിരുന്നത് എന്നും മമ്മ മനസ്സിലാക്കും. പിന്നെ പറയണോ പൊടിപൂരം, എൻ്റെ പല്ലും നഖവുമൊക്കെ ലാസ്റ്റ് പെറുക്കിയെടുക്കാൻ കിട്ടിയാലായി. ഷാ ഒന്ന് നിശ്വസിച്ച് ഫാത്തിമ കടുത്തിരുന്നു അവളുടെ മടിയിലേക്ക് തല വെച്ച് കിടന്നു കണ്ണുകളടച്ചു. അത് കാണെ ഫാത്തിമയുടെ ചുണ്ടുകൾ വിരിഞ്ഞു. അവൾ പതിയെ ഷാൻ്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. ഷാനെ വിളിച്ചു വെച്ച ശേഷം ഫോൺ പോക്കറ്റിലേക്ക് വെച്ച് നിഷു കൈ വാഷ് ചെയ്യുമ്പോഴായിരുന്നു ഇവ ബാത്റൂമിൽ നിന്നിറങ്ങി വന്ന് കൈ വാഷ് ചെയ്യുന്നത് നിഷു കണ്ടത്. ആദ്യമേ ടീംസ് എല്ലാം കൈ കഴുകി ഓടിയത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇവർ രണ്ടുമല്ലാതെ വാഷ്റൂമിൽ ആരുമില്ല. കൈ കഴുകി തിരിഞ്ഞ് ഇവയെ പിടിച്ച് അടുത്തുള്ള ചുമരിലേക്ക് ചേർത്ത് നിർത്തി നിഷു അവളുടെ മുഖത്തേക്ക് നോക്കി. ഞെട്ടലോടെ എന്ത് പറയണം ചെയ്യണം എന്നറിയാതെ അണ്ടിപോയ അണ്ണാനെ പോലെ നിഷുവിനെ തന്നെ നോക്കി ഇവ ഒരേ നിർത്തം നിന്നു. അവളാകെ വിറക്കുന്നും വിയർക്കുന്നുമുണ്ടായിരുന്നു. മാറി നിൽക്ക്, നീക്ക് പോണം. ഇവ വിക്കലോടെ പറഞ്ഞത് കേൾക്കെ നിഷു അവളുടെ കണ്ണിലേക്ക് നോക്കി. എമി നിന്റെ ആരാ? നിഷുവിൻ്റെ ചോദ്യം കേൾക്കെ ഇവൻ്റെ കിളികൾ 4 ദിക്കിലൂടെ പറന്നുയർന്നു. ഇത് ചോദിക്കാനാണോ ഈ കിണാപ്പൻ തന്നെ ഇങ്ങനെ ലോക്ക് ചെയ്തിരിക്കുന്നേ? പണ്ടാരക്കാലൻ, ഒന്ന് വിട്ടുനിന്ന ആശ്വാസത്തോടെ നിൽക്കാമായിരുന്നു. ഈ ചോദ്യമല്ലാതെ ചോദിച്ച് ഇനി നല്ലോണം ഉത്തരം കൊടുക്കാമായിരുന്നു. ഇതിപ്പോൾ കയ്യും കാലും വിറച്ചിട്ട് മേല. ഇവൻ നിഷുവിനെ നോക്കിയതും അവൻ തൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നതാണ് കണ്ടത്. അറിയാതെ അവളുടെ കണ്ണും അവൻ്റെ കണ്ണുമായി കോർത്തു. ഇരുവരും ചുറ്റുമുള്ളതൊന്നും അറിയാതെ അങ്ങനെ കുറച്ചു നേരം നിന്നു. അതിനിടയ്ക്ക് പലരും വാഷ്റൂമിൽ വന്നു കൈ കഴുകിപ്പോയി. അതൊന്നും ഇരുവരും അറിഞ്ഞിരുന്നില്ല. നിഷു മുഖം ഇവയിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകളിലേക്ക് ചുണ്ടു ചേർത്ത് നുണഞ്ഞു. ഇവ ഒന്ന് ഉയർന്നു പൊങ്ങി അവളുടെ വിരലുകൾ ഡ്രസ്സിൽ കൊരുത്തു പിടിച്ചു. നിഷു കണ്ണുകൾ അടച്ചു പിടിച്ച് തന്നെ ചുംബിക്കുന്നത് കാണെ ഇവാകെ ഞെട്ടിയിട്ടുണ്ട്. അവനെ പുറകോട്ടുന്താൻ അവൾ ശ്രമിച്ചെങ്കിലും അത് സാധ്യമായില്ല. കൂടുതൽ ശക്തിയോടെ തന്നിലേക്ക് ചേർന്ന് നിന്നവൻ കണ്ണുകൾ തുറന്ന് അവളെ നോക്കി. ഇവക്ക് ശ്വാസം വിടാൻ ബുദ്ധിമുട്ടുള്ള പോലെ തോന്നിയതും നിഷു അവളുടെ ചുണ്ടുകളിൽ പല്ലുകളാഴ്ത്തി മുറിവേൽപ്പിച്ചുകൊണ്ട് വിട്ടുനിന്നു. ഇവ വേദന കൊണ്ടൊന്ന് എരിവ് വലിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. നിഷുവിൽ നിന്ന് ഇങ്ങനെയൊരു പ്രവൃത്തി ഇവ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ആസിനെക്കുറിച്ച് അറിയാൻ വേണ്ടി തന്നോട് അടുക്കുന്നവൻ എന്ന് മാത്രമേ താൻ കരുതിയിരുന്നുള്ളൂ. ഇതിപ്പോൾ അവൻ എന്ത് ചെറ്റത്തമാണ് കാണിച്ചു കൂട്ടിയത്? ഇവ ആഞ്ഞു ശ്വാസം വലിച്ചു വിട്ടു. അപ്പോൾ നിഷു അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. പതിയെ ഇവയുടെ അരയിലൂടെ അവൻ കൈ ചുറ്റി അവളെ അവനോട് ചേർത്ത് നിർത്തി. ഞെട്ടലോടെ നിറഞ്ഞ മീകൾ ഉയർത്തി ഇവ നിഷുവിനെ നോക്കി. നീ എൻ്റേതാണിവ. എപ്പോൾ മുതലാണ് നിന്നെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചു തുടങ്ങിയത് എന്നെനിക്കറിയില്ല. പക്ഷേ ഇപ്പം നിന്നെ എനിക്കൊത്തിരി ഇഷ്ടമാണ്. നീ ആ അമ്മയുടെ കൂടെ നടക്കുന്നതും അവനോട് ചിരിക്കുന്നതും, എന്തിന് നീ അവൻ്റെ പേര് ഉച്ചരിക്കുന്നത് പോലും എനിക്കിഷ്ടമില്ല. അന്നേരമെല്ലാം എൻ്റെ ഹൃദയം വല്ലാതെ മിടിക്കും. എൻ്റേതെന്ന് ഞാൻ വിശ്വസിക്കുന്ന നീ എന്നിൽ നിന്ന് അകന്നു പോകുമോ എന്ന വല്ലാത്തൊരു പേടി തോന്നുന്നു എനിക്കിപ്പോൾ. ഇന്ന് നീ അവനെ കൈ പിടിച്ച് അവനോടൊപ്പം നടന്നുവെന്നതും അവൻ്റെ ബൈക്കിൽ കയറിയതും അവനോട് സംസാരിച്ചതുമെല്ലാം ഇപ്പോഴും എൻ്റെ കണ്ണിൽ കാണുന്നുണ്ട്. കൂടെ അവൻ നിൻ്റെ ലവറാണെന്ന് നീ പറഞ്ഞതോ ഈ നിമിഷം പോലും എൻ്റെ ചെവിയിൽ അലയടിക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും സഹിക്ക വയ്യാഞ്ഞിട്ടാണ് ഞാൻ എന്നിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രഷർ ഒരു ചെറു ചുംബനത്തിലൂടെ തീർത്തത്. നടക്ക്, അവരിപ്പോൾ നമ്മളെ കാണാതെ തിരഞ്ഞ് നിങ്ങ് വരും. ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്ന മട്ടെ ഇത്രയും പറഞ്ഞു നിഷു കൂളായി പോയത് കാണെ ആകെ അന്തും കുന്തും ഇല്ലാണ്ട് ഇവ നിഷുവിന് പിറകെ നടന്നു. നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു? എമിയുടെ ചോദ്യം കേൾക്ക് നിഷു ഒന്ന് തിരിഞ്ഞു ഇവയെ നോക്കി. അത് ഞാൻ ബാത്റൂമിലായിരുന്നു. നിഷുക്ക് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു അവിടെ. ഇവ വേഗം അത് പറഞ്ഞുകൊണ്ട് എമിക്കടുത്ത് ചെന്നിരുന്നു. ഫുഡ് വന്നതും എല്ലാവരും ഫുഡ് കഴിച്ച് കൈ കഴുകി പുറത്തിറങ്ങിയപ്പോഴാണ് പാച്ചു ആ കാഴ്ച കണ്ടത്. എന്താണെന്നല്ലേ, ഹർഷി സാറും റിനുവും ബൈക്കിൽ യാത്ര ചെയ്യുന്നത്. അതും ഹർഷി സാറിനെ കെട്ടിപ്പിടിച്ചാണ് റിനുവിൻ്റെ ഇരുത്തം. അപ്പോൾ ശരിക്കും ഇവർ സെറ്റായി തന്നെയാണോ എന്ന സംശയം പാച്ചുവിൽ നിറഞ്ഞു നിന്നു.
എന്തായാലും വേണ്ടില്ല, നാളെ കോളേജിലെത്തിയിട്ട് വിശദമായി റിനുവിനോട് ചോദിക്കാം എന്ന് ചിന്തിച്ചവൻ ഒന്ന് നിശ്വസിച്ചു.